ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ളതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മളൊരു മന്തിയുടെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പാക്കാതിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിക്കൻ മന്തി ആട്ടോ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് ഓൾ സ്പൈസസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പൈസായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 15 ഏലക്ക, ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, പിന്നെ ഒരു വലിയ പട്ട പൊട്ടിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 1.5 ടേബിൾ സ്പൂൺ പച്ചമല്ലി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം വറുത്തിട്ട് നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അങ്ങനെ മന്തിയുടെ മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അരി ഒന്ന് കുതിർത്തി വെക്കണം. ഇവിടെ ബസ്മതി റൈസ് ആണ് കേട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ അരിയാണ്. ഈ ഒരു കപ്പിൻ്റെ അളവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1 കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് 1/2 കിലോനാണ്. അതാണ് 2 കപ്പ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് 2-3 തവണ നല്ലോണം കഴുകി എടുത്തിട്ട് സാധാ വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആ ഒരു ടൈമിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അതിന് വേണ്ടിയിട്ട് 1 തക്കാളി എടുത്തിട്ടുണ്ട്, 1 സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 1.5 കിലോ ചിക്കനുള്ളതിൻ്റെ മസാലയുടെ അളവാട്ടോ ഈ പറയുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല പൗഡർ ഇട്ട് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ വീണ്ടും അരച്ചെടുക്കുക കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ മാഗി ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ മാഗി ക്യൂബ് ഇടണോണ്ട് തന്നെ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങളിനി ചിക്കൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഇതേപോലെ കുറച്ച് ഡബിൾ ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 1 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അരി 1 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഇതേ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി റൈസ് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ചോറിലേക്ക് ഇടാൻ കുറച്ച് സ്പൈസസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്, 2 ഡ്രൈഡ് ലെമൺ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ലെമൺ ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, 1 ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, 1 വലിയ പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഈ സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മന്തിയുടെ മസാല പൗഡർ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്, 4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 5-10 പൊടിക്കാത്ത കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ അരി എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. ഓവറായിട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇനി ആ വെള്ളത്തിൽ നിന്ന് ചോറൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കായിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ വേറെ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ചിക്കൻ കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രം എടുക്കുക. അടി കട്ടിയുള്ള പാത്രം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്.
കാരണം ചിക്കൻ ഇതിൽ കുക്ക് ചെയ്തിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ റൈസും കൂടെ ഇട്ടിട്ട് ദം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പാത്രം ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചിക്കൻ ഇതുപോലെ എല്ലാതും നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ചിക്കൻ നന്നായിട്ട് കുക്കാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് കനലിട്ട് കൊടുക്കണം. കനലോ അല്ലെങ്കിൽ ചാർക്കോളോ ഇട്ട് കൊടുക്കാം, ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ആക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ആ ഒരു കനലിലേക്ക് ഇത്തിരി ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ഇത് അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചൂടിൽ ഇത് കുക്കായിക്കോളും. നിങ്ങൾ സ്റ്റവിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതിലേക്കുള്ള സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 തക്കാളി ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പകുതി സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ മന്തിയിലേക്കുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ റൈസ് ഇവിടെ 15 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലുള്ള പാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ഈ ഡ്രൈഡ് ലെമൺ കൂടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലുള്ള റൈസ് ഒന്ന് കുറച്ചെടുത്ത് മാറ്റുകയാണ്, ഒന്നാകെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ മയോണൈസ് കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ മയോണൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ചിക്കനും റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ BM കായലിൻ്റെ അവിടേക്ക് പോവാം കേട്ടോ. അവിടെ ഒരു തൂക്കുപാലുണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഒരുപാട് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സ്പോട്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ ഒരുപാട് പേര് അവിടെ വരാറുണ്ട്. അങ്ങനെ നമ്മളിത് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതിൽ കൂടെ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഇരിക്കാനൊക്കെ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പുളിക്കടവ് എന്നുള്ള ഭാഗത്താണ് കേട്ടോ. ഒരുപാട് ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു വൈകുന്നേരം സമയത്തായതുകൊണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്തടുത്ത് ഇങ്ങനെ ഒരുപാട് കടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെ, ചായക്കട, തട്ടുകട ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇരുന്നിട്ട് കായലും നോക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. നല്ല റിലാക്സ് ആവാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ പാലത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പാലത്തുമ്പോൾ നിന്ന് താഴേക്ക് നോക്കുന്നതിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേ പാലത്തുമ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റെപ്പ് വഴിയല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റേ അറ്റം വരുന്നത് ഇതുപോലെ കുറച്ച് സ്ലൈഡ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അങ്ങനെ പാലൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇതേ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ. ഇത് കായലിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഒരുപാട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. എനിവേ നല്ലൊരു അടിപൊളി സ്പോട്ടായിരുന്നു. ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതുവഴി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചിക്കൻ മന്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരാം. താങ്ക്